ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് 10th പ്രിലിംസിൻ്റെ ടോപ്പിക്കായിട്ടുള്ള അയിരുകളും ധാതുക്കളും എന്ന് പറഞ്ഞ ഭാഗത്തിലെ ധാതുക്കൾ എന്ന് പറഞ്ഞ ടോപ്പിക്കുമായിട്ടാണ്. അയിരുകളും ധാതുക്കളും മുമ്പേ നമ്മളൊരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ അയിരുകൾ എന്താണ്, ധാതുക്കൾ എന്താണ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മൂലകങ്ങളും അവരുടെ അയിരുകളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ PSC റിലേറ്റഡ് സിലബസ് ബേസ്ഡ് വീഡിയോസിനും ഷോർട്ട് വീഡിയോസിനും കറണ്ട് അഫയേഴ്സ് വീഡിയോസിനും നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ധാതുക്കൾ നോക്കാം. ധാതു വിഭവങ്ങളെ പ്രധാനമായും ലോഹധാതുക്കൾ, അലോഹധാതുക്കൾ, ധാതു ഇന്ധനങ്ങൾ എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കാം. ധാതു വിഭവങ്ങളെ പ്രധാനമായും ലോഹധാതുക്കൾ, അലോഹധാതുക്കൾ, ധാതു ഇന്ധനങ്ങൾ എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കാം. ഓക്കെ, ധാതു ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതി വാതകങ്ങൾ. ഏതൊക്കെയാണ് ധാതു ഇന്ധനങ്ങൾക്ക് ഉദാഹരണം? കൽക്കരി, പെട്രോളിയം, പ്രകൃതി വാതകങ്ങൾ. ഓക്കെ, ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ജാർഖണ്ഡാണ്. ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡാണ്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ചോട്ടാനാഗ്പൂർ പീഠഭൂമിയാണ്. ഇന്ത്യയുടെ ധാതു സംസ്ഥാനം ജാർഖണ്ഡാണ്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ചോട്ടാനാഗ്പൂർ പീഠഭൂമി. ഇന്ത്യയുടെ ഖനന ഗവേഷണ കേന്ദ്രം ഏതാ? ധൻബാദ്. ജാർഖണ്ഡിലുള്ള ധൻബാദ് ആണ് ഇന്ത്യയിലെ ഖനന ഗവേഷണ കേന്ദ്രം. അടുത്തത് കൽക്കരി. ഊർജോൽപാദനത്തിനായി ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഫോസിൽ ഇന്ധനമാണ് കൽക്കരി. ഊർജോൽപാദനത്തിനായി ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഫോസിൽ ഇന്ധനമാണ് കൽക്കരി. ഏതിനം ശിലയ്ക്കുദാഹരണമാണ് കൽക്കരി? ഏതിനാ? അവസാദ ശിലയ്ക്കുദാഹരണമാണ് കൽക്കരി. കൽക്കരിയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജനും കാർബണുമാണ് കൽക്കരിയിലെ ഘടകമൂലകങ്ങൾ. കൽക്കരിയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജനും കാർബണുമാണ്. ഓക്കെ, താപവൈദ്യുത നിലയങ്ങളിൽ പ്രധാന ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഏതാണ്? കൽക്കരിയാണ്. താപവൈദ്യുത നിലയങ്ങളിൽ പ്രധാന ഇന്ധനമായി ഉപയോഗിക്കുന്നതും കൽക്കരിയാണ്. ഊർജോൽപാദനത്തിനായി ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഫോസിൽ ഇന്ധനം. പിന്നെ അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ് കൽക്കരി. കൽക്കരിയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജനും കാർബണുമാണ്. താപവൈദ്യുത നിലയങ്ങളിൽ പ്രധാന ഇന്ധനമായി ഉപയോഗിക്കുന്ന ധാതു ഏതാണ്? കൽക്കരി തന്നെയാണ്. ഇനി ഏത് ഗണത്തിൽപ്പെടുന്ന ഇന്ധനമാണ് കൽക്കരി? ഏത് ഗണത്തിൽപ്പെടുന്ന ഇന്ധനമാണ്? ഫോസിൽ ഇന്ധനമാണ് കൽക്കരി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അധികം കൽക്കരി നിക്ഷേപമുള്ള സംസ്ഥാനം ജാർഖണ്ഡാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം കൽക്കരി നിക്ഷേപമുള്ള സംസ്ഥാനം ജാർഖണ്ഡാണ്. ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്ന് പറയുന്നത് ജാർഖണ്ഡാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം കൽക്കരി നിക്ഷേപമുള്ള സംസ്ഥാനവും ജാർഖണ്ഡാണ്. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ കൽക്കരി ചൂടാക്കിയാൽ ലഭിക്കുന്ന പദാർത്ഥം എന്താണ്? വായുവിൻ്റെ അസാന്നിധ്യത്തിലാണ് കേട്ടോ, ശ്രദ്ധിക്കണം. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ കൽക്കരി ചൂടാക്കിയാൽ ലഭിക്കുന്ന പദാർത്ഥം ഏതാണ്? കോക്കാണ്. കൽക്കരി ഖനികളിൽ പണിയെടുക്കുന്നവരിൽ കണ്ടുവരുന്ന പ്രധാന രോഗം. കൽക്കരി ഖനികളിൽ പണിയെടുക്കുന്നവരിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ് ബ്ലാക്ക് ലങ് രോഗം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം എവിടെയാണ്? ജാർഖണ്ഡിലെ ജാരിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം എവിടെയാണ്? ജാർഖണ്ഡിലെ ജാരിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൽക്കരിയിലെ ഏത് മൂലകത്തിൻ്റെ അളവാണ് ഗുണമേന്മ നിശ്ചയിക്കുന്നത്? കാർബണിൻ്റെ അളവാണ്. കൽക്കരിയിലെ കാർബണിൻ്റെ അളവാണ് ഗുണമേന്മ നിശ്ചയിക്കുന്നത്. കാർബണിൻ്റെ അളവിനനുസരിച്ച് കൽക്കരിയെ എത്ര ഇനങ്ങളായി തരംതിരിച്ചിരിക്കുന്നു? എത്ര ഇനങ്ങളായിട്ടാണ്? 4 ഇനങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. കൽക്കരിയുടെ പ്രധാന വകഭേദങ്ങളാണ് ഏതൊക്കെ? ആന്ത്രസൈറ്റ്, ബിറ്റുമിൻ, ലിഗ്നൈറ്റ്, പീറ്റ്. ആന്ത്രസൈറ്റ്, ബിറ്റുമിൻ, ലിഗ്നൈറ്റ്, പീറ്റ്. ഈ 4 പ്രധാന വകഭേദങ്ങൾ എന്ന് പറയുന്നത് കാർബണിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഓരോന്നിനെയും തരംതിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ആന്ത്രസൈറ്റ്, ബിറ്റുമിൻ, ലിഗ്നൈറ്റ്, പീറ്റ്. ഏറ്റവും ഗുണനിലവാരം കൂടിയ കൽക്കരി ഇനം ഏതാ? ആന്ത്രസൈറ്റാണ്. കടുപ്പമേറിയതും കറുത്ത നിറത്തോടു കൂടിയതുമായ കൽക്കരിയാണ് ഏത്? ആന്ത്രസൈറ്റ്. കടുപ്പമേറിയതും കറുത്ത നിറത്തോടു കൂടിയതുമായ കൽക്കരി ഇനമാണ് ആന്ത്രസൈറ്റ്. കാർബണിൻ്റെ അളവ് ഏറ്റവും കൂടിയ കൽക്കരി
80% കാർബണാണ് അതിലുള്ളത്. ഏതാ? ആന്ത്രസൈറ്റിൽ 80% കാർബണാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ കാർബണിൻ്റെ അളവ് ഏറ്റവും കൂടിയ കൽക്കരി ഏതാണ്? ആന്ത്രസൈറ്റാണ്. അടുത്തത്, ലോകത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന കൽക്കരി ഇനം ഏതാണ്? ബിറ്റുമിൻ. ലോകത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന കൽക്കരി ഇനം ബിറ്റുമിനാണ്. ഗുണനിലവാരത്തിൽ രണ്ടാമതുള്ള കൽക്കരി ഇനം ഏതാണ്? ബിറ്റുമിനാണ്. ഗുണനിലവാരത്തിൽ രണ്ടാമതുള്ള കൽക്കരി ഇനം ബിറ്റുമിൻ. ഇന്ത്യയിൽ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൽക്കരി ഇനം ഏതാണ്? ബിറ്റുമിൻ തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന കൽക്കരി ഇനം ബിറ്റുമിൻ. ടാറിങ്ങിന് ഉപയോഗിക്കുന്ന കൽക്കരി ഇനം ബിറ്റുമിൻ തന്നെയാണ്. തവിട്ടു കൽക്കരി അഥവാ ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് ആണ്. തവിട്ട് കൽക്കരി അല്ലെങ്കിൽ ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന ഏതാണ്? ലിഗ്നൈറ്റ് ആണ്. ലിഗ്നൈറ്റ് നിക്ഷേപത്തിന് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ പ്രദേശം ഏതാണ്? നെയ്വേലി. ലിഗ്നൈറ്റ് നിക്ഷേപത്തിന് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ പ്രദേശമാണ് നെയ്വേലി. കേരളത്തിൽ കണ്ടുവരുന്ന കൽക്കരി ഇനം ഏതാണ്? ലിഗ്നൈറ്റ് ആണ്. കേരളത്തിൽ കണ്ടുവരുന്ന കൽക്കരി ഇനം ലിഗ്നൈറ്റ്. കൽക്കരി രൂപം കൊള്ളുന്നതിൻ്റെ ആദ്യഘട്ടം ഏതാ? കൽക്കരി രൂപം കൊള്ളുന്നതിൻ്റെ ആദ്യഘട്ടം പീറ്റ്. 50% താഴെ മാത്രം കാർബൺ അടങ്ങിയിട്ടുള്ള കൽക്കരി ഇനമാണ് പീറ്റ്. ഏറ്റവും ഗുണനിലവാരം കുറഞ്ഞ കൽക്കരി ഇനമാണ് പീറ്റ്. കൂടിയത് ഏതായിരുന്നു? ആന്ത്രസൈറ്റ് ആയിരുന്നു. കുറഞ്ഞത് പീറ്റാണ്. ഓക്കെ, അടുത്തത് പെട്രോളിയം നോക്കാം. പെട്രോളിയം രൂപം കൊള്ളുന്ന ശില ഏതാണ്? അസാധശിലയാണ്. കൽക്കരി ഏത് ശിലയ്ക്ക് ഉദാഹരണമായിരുന്നു? അസാധശിലയ്ക്ക് ഉദാഹരണമായിരുന്നു. പെട്രോളിയം രൂപം കൊള്ളുന്ന ശിലയും ഏത് തന്നെയാണ്? അസാധശിലയാണ്. ഖനനം ചെയ്തെടുക്കുന്ന പെട്രോളിയത്തിൻ്റെ അസംസ്കൃത രൂപം ഏതാ? ക്രൂഡ് ഓയിൽ. ഖനനം ചെയ്തെടുക്കുന്ന പെട്രോളിയത്തിൻ്റെ അസംസ്കൃത രൂപം എന്താണ്? ക്രൂഡ് ഓയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമേറിയ എണ്ണപ്പാടം എവിടെയാണ്? ആസാമിലെ ദിഗ്ബോയ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണപ്പാടം ആസാമിലെ ദിഗ്ബോയ്. ONGCയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ് കേട്ടോ. ONGCയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം എവിടെയാ? മുംബൈ ഹൈയിലാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണപ്പാടം എവിടെയാണ്? ആസാമിലെ ദിഗ്ബോയ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? മുംബൈ ഹൈയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമായ മുംബൈ ഹൈയിലാണ് കേട്ടോ. അടുത്തത്, ഇരുമ്പയിര്. ആധുനിക സംസ്കാരത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഏതാ? ഇരുമ്പാണ്. ആധുനിക സംസ്കാരത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഇരുമ്പാണ്. പ്രധാനപ്പെട്ട ഇരുമ്പയിരുകൾ ഏതൊക്കെയാണ്? ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് ഇറക്കുമതി ചെയ്യുന്ന രാജ്യം. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ജപ്പാനാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ജപ്പാനാണ്. ഇന്ത്യയിൽ നിന്നും കൂടുതലായി ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? മർമഗോവ. ഇന്ത്യയിൽ നിന്ന് കൂടുതലായി ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം മർമഗോവ. അടുത്തത്, ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് നിക്ഷേപ കേന്ദ്രങ്ങൾ. സിംഗ്ഭം ജാർഖണ്ഡ്, സുന്ദർഗഡ് ഒഡീഷ, ബെല്ലാരി ചിക്മാംഗ്ലൂർ കർണാടക, ജബൽപൂർ മധ്യപ്രദേശ്. എവിടേക്കാണ്? സിംഗ്ഭം ജാർഖണ്ഡ്, സുന്ദർഗഡ് ഒഡീഷ, ബെല്ലാരി ചിക്മാംഗ്ലൂർ കർണാടക, ജബൽപൂർ മധ്യപ്രദേശ്. മാംഗനീസ് നിക്ഷേപത്തിന് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. അലുമിനിയത്തിൻ്റെ അയിര് ഏതാ? ബോക്സൈറ്റ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് നിക്ഷേപമുള്ള സംസ്ഥാനം രാജസ്ഥാൻ. അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്. നമ്മൾ ഒരുപാട് മെറ്റൽസിൻ്റെ അല്ലെങ്കിൽ ഒരുപാട് എലമെൻസിൻ്റെ അയിരുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞൊരു വീഡിയോയിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് നിക്ഷേപമുള്ള സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പ് ഖനി എവിടെയാ? രാജസ്ഥാനിലെ ഖേത്രി. ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണ്ണമാണ്. ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കർണാടകം, ആന്ധ്രാപ്രദേശ്. ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് കർണാടകം, ആന്ധ്രാപ്രദേശ്. ഇലക്ട്രിക്കൽ വ്യവസായത്തിലെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് അഭ്രം.
ലോകത്തിൽ ഏറ്റവും കൂടുതൽ അഭ്രം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. സിമന്റ് വ്യവസായത്തിലെ പ്രധാന അസംസ്കൃത വസ്തു ഏതാണ്? ചുണ്ണാമ്പുകല്ലാണ്. സിമന്റ് വ്യവസായത്തിലെ പ്രധാന അസംസ്കൃത വസ്തുവാണ് ചുണ്ണാമ്പുകല്ല്. ഇന്ത്യയിലെ പ്രധാന വജ്രഖനി ഏതാ? ഇന്ത്യയിലെ പ്രധാന വജ്രഖനി പന്ന, മധ്യപ്രദേശിലെ പന്ന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ, അടുത്തത് നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഖനികൾ നോക്കാൻ വേണ്ടി പോവുകയാണ്. പന്ന എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഏതാണ്? വജ്രമാണ് കേട്ടോ. ഖേത്രി രാജസ്ഥാൻ ചെമ്പ്. കോളാർ കർണാടകം സ്വർണം. ഹട്ടി കർണാടകം സ്വർണം. രാമഗിരി ആന്ധ്രാപ്രദേശ് സ്വർണം. റാണിഗഞ്ച് ബംഗാൾ കൽക്കരി. ഹസാരിബാഗ് ജാർഖണ്ഡ് അഭ്രം. സിംഗ്ഭം ജാർഖണ്ഡ് ചെമ്പ്. ജാദുഗുഡ ജാർഖണ്ഡ് യുറേനിയം. ഗോൽക്കൊണ്ട ആന്ധ്രാപ്രദേശ് വജ്രം. നെയ്വേലി തമിഴ്നാട് ലിഗ്നൈറ്റ്. അപ്പോൾ ഇത്രയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ചെറിയ ചെറിയ കോഡുകളൊക്കെ വെച്ചിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.